UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം കഴിഞ്ഞെങ്കിലും സുപ്രധാനമായ പല പദവികളിലും മാറ്റം വന്നിട്ടില്ല. ബോർഡ് കോർപ്പറേഷനുകളിലും നിർണായകമായ കമ്മീഷനുകളിലും അധ്യക്ഷന്മാരെ നിയമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് നിയമനം ലഭിച്ചവർ തന്നെയാണ് തുടരുന്നത്. ഇക്കഴിഞ്ഞ UDF യോഗത്തിൽ ബോർഡ് കോർപ്പറേഷനുകളുടെ വീതം വെപ്പിന് ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചതാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ മഴക്കെടുതി ചർച്ചകൾക്ക് വിലങ്ങുതടിയായി. ഇപ്പോൾ വീണ്ടും വിഷയം ചർച്ചകളിൽ നിറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില പദവികൾ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ശ്രദ്ധേയമാകുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമാണ്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം. നിലവിൽ CPM നേതാവ് P. സതീദേവിയാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. UDFൽ കോൺഗ്രസിനാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം. അതിനാൽ ആ പദവി നോട്ടമിട്ട് പല പ്രമുഖ നേതാക്കളും രംഗത്തുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന 2 പേരുകൾ ദീപ്തി മേരി വർഗീസിന്റേതും ഐഷ പോറ്റിയുടേതുമാണ്. ദീപ്തി KPCC ജനറൽ സെക്രട്ടറിയാണ്, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറുമാണ്. കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചപ്പോൾ മേയറാകുമെന്ന് അവസാനം വരെ കരുതിയിരുന്ന നേതാവായിരുന്നു ദീപ്തി. എന്നാൽ ഒടുവിൽ VK മിനിമോൾക്കാണ് അവസരം ലഭിച്ചത്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പ്രചരണത്തിനുള്ള പോസ്റ്ററുകൾ വരെ അടിച്ചിറക്കി. അതും കിട്ടിയില്ല. അതിനാൽ സുപ്രധാന പദവി ദീപ്തിക്ക് കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെ ഉറച്ച അനുയായി എന്നതുകൂടി പരിഗണിക്കുമ്പോൾ ദീപ്തിക്ക് ഒരു പദവി ഉറപ്പാണ്. എന്നാൽ KPCC പുനഃസംഘടന ഉടൻ നടക്കാൻ പോവുകയാണ്. അവിടെ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ ദീപ്തിക്ക് പ്രൊമോഷൻ ഉറപ്പ്. പാർട്ടി പദവി വേണോ അതോ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വേണോ എന്നൊരു സംശയം അവിടെ അപ്പോൾ ഉയരും. വനിതാ കമ്മീഷൻ തലപ്പത്തേക്ക് കേൾക്കുന്ന മറ്റൊരു പേര് ഐഷ പോറ്റിയുടേതാണ്. മുൻ CPM നേതാവും 3 തവണ MLAയുമായിരുന്ന ഐഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസിലെത്തിയത്. കൊട്ടാരക്കരയിൽ മത്സരിച്ച് ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലിനെ വിറപ്പിച്ചാണ് ഐഷ പോറ്റി കീഴടങ്ങിയത്. വെറും 1000-ഓളം വോട്ടുകൾക്കാണ് ഐഷ പോറ്റി തോറ്റത്. അന്നു മുതൽ അവർക്ക് മതിയായ പരിഗണന നൽകണമെന്ന ആവശ്യം പാർട്ടിയിലുണ്ട്. ഇക്കാര്യത്തിൽ VD സതീശനും താല്പര്യമുണ്ട്. കാരണം അന്ന് സതീശൻ മുൻകൈയെടുത്താണ് ഐഷ പോറ്റിയെ കോൺഗ്രസിൽ എത്തിച്ചതും സീറ്റ് നൽകിയതും. അതുകൊണ്ട് തന്നെ അധ്യക്ഷയെ തീരുമാനിക്കുന്നത് കടുപ്പം പിടിച്ച പണിയാകും. വീണ്ടും ഒരു KC VD പോരിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇവർക്ക് പുറമെ പദവി മോഹിക്കുന്ന മറ്റ് നിരവധി വനിതാ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. സമയമാകുമ്പോൾ അവരെല്ലാം രംഗത്ത് വരുമെന്ന് ഉറപ്പുമാണ്. ഇതിനു പുറമെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ, GCDA ചെയർമാൻ പദവികളിലേക്കും പല പേരുകളും ഉയർന്നു കേൾക്കുന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിന്റെ MK മുനീർ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് മുൻ മന്ത്രിയായ മുനീറിന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാഞ്ഞത്. അന്ന് തന്നെ മുനീറിന് ക്യാബിനറ്റ് പദവി എന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചതാണ്. മുന്നോക്ക വികസന കോർപ്പറേഷൻ PJ ജോസഫിന് വേണ്ടി കേരള കോൺഗ്രസ് ഉന്നം വയ്ക്കുന്നുണ്ട്. GCDA അതായത് ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ തലപ്പത്തേക്ക് മുൻ മന്ത്രി K. ബാബുവിന്റെയും ഡൊമിനിക് പ്രസന്റേഷന്റെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് 6 തവണ MLA ആയ ബാബു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വയം പിന്മാറിയത്. അതിനാൽ അദ്ദേഹം മറ്റൊരു പദവി ഏറ്റെടുക്കുമോ എന്ന സംശയം പാർട്ടിക്കുണ്ട്.